എന്ത് തിന്മ നീ ചെയ്താലും ഉടനെ നന്മ നീ തുടർത്തിക്കൊള്ളണം. ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. ഒരു തിന്മയായ വാക്ക് നിന്റെ ഭാഗത്ത് നിന്ന് വന്നോ, ഒരു നോട്ടം വന്നോ, ഒരു പ്രവൃത്തി വന്നോ, ഒരു ചിന്ത വന്നോ, ഉടനെ നീ പറഞ്ഞേക്കണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അങ്ങനെ ഒരു ചിന്ത വന്നാ പറയണം. എല്ലാ മനുഷ്യന്മാർക്കും 3 കാര്യങ്ങൾ പിടികൂടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും വരും. അത് പിടികൂടാത്ത ആളെ കൽബ് നല്ല കൽബാണ്. ആണിനും വരും, പെണ്ണിനും വരും. ഞാനീ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളെ കൽബിനുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഐ പവറിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. 3 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിനെപ്പോഴും പിടികൂടി വരും. എന്റെ ഉമ്മത്തിനെപ്പോഴും ആ 3 കാര്യങ്ങൾ ഉണ്ടായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്തിനോട് പറയുന്നു, എന്താണെന്നറിയോ? ഒരു കാര്യം സൂഉല്ലന്നി, തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണ പലർക്കും വന്നു പോകും. രണ്ടാമത്തെ ഒന്ന് അത്വീറത്തു, ലക്ഷണക്കേട് കാണലാണ്, ദുശഗുണം കാണലാണ്. മൂന്നാമത്തത് അൽ ഹസദു, അസൂയയാണ്. 3 കാര്യങ്ങൾ. എത്ര പെട്ടെന്ന് ആ തെറ്റിദ്ധാരണ വരുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബി ഇതിന് എന്താ മറുമരുന്ന് എന്താണ്? ഈ 3 എണ്ണത്തിനും മറുമരുന്ന് എന്താണ്? തങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ധാരണ നിന്റെ കൽബിൽ വന്നാൽ നീ അത് ഉറപ്പിക്കരുത്. ധരിച്ചു വെച്ച ആളോട് വിശദീകരണം ചോദിയിട്ട് വിഷയം മനസ്സിലാക്കുന്നത് വരെ. അല്ലെങ്കിൽ നിന്റെ കൽബ് ഒരു കാലത്തും ശരിയാവില്ല. ഒരു കാലത്തും ശരിയാവില്ല. നിന്റെ കൽബിൽ ഒരാളെ പറ്റി ഒരു ധാരണ ഉണ്ട്, അയാൾ അത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു. പലരും പറഞ്ഞിട്ടും പലതും കേട്ടിട്ടും നിന്റെ കൽബിൽ അതുള്ളത്. ആ കൽബി ചീഞ്ഞു നാറല്ല, നന്നാകണോ? വ്യക്തിയോട് പോയിട്ട് നീ വിശദീകരണം ചോദിക്കണം. ഇല്ല എന്നയാള് പറഞ്ഞു, നീ വിട്ടേക്കണം മനസ്സിന്. പിന്നെ എന്തിനാ ചൊറിഞ്ഞോടുന്ന്? പിന്നെ മാന്തണ. സൂഉല്ലന് വരാത്തവരുണ്ടോ? ഒരാളെ കാണുമ്പോ, ഒരാള് വരുമ്പോ, ഒരാളിൽ നിന്ന് വല്ലതും കേൾക്കുമ്പോഴേക്കന്നെ എത്ര ധാരണ പെശക വരുന്നത്, എത്ര തെറ്റിദ്ധാരണ വരുന്നത്. സുബ്ഹാനല്ലാഹ്. തിരുത്തണം സഹോദരങ്ങളെ. മനസ്സിലത് ഉറപ്പിക്കരുത്, മനസ്സ് മലിനമായി പോകും. ഫലാ തുഹഖിഖ്, നീ അത് ഉറപ്പിച്ചേക്കരുത്. വഇദാ ഹസത്ത ഫസ്തഗ്ഫിരില്ലാഹ്, അസൂയ തോന്നുമ്പോഴേക്ക് നീ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. പെട്ടെന്ന് അസൂയ തോന്നും. പെട്ടെന്ന് അസൂയ തോന്നും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു വലിയ മൊയ്ലിയർ, നമുക്കാർക്കും പരിചയമില്ല നോട്ടിക്കോ. പരിചയമുള്ള ആളാവുമ്പോ ചിലപ്പോൾ പെട്ടെന്ന് പിടിപെട്ടില്ല. പരിചയമുള്ളാണെങ്കിലും വരും, കൽബ് അത്രയും മോശമാണെങ്കിൽ. ഒരു മൊയ്ലിയർ ഇങ്ങനെ വന്നിട്ട് ഒരു മെഴ്സിഡീസ് കാറിൽ ഒരു 1.5 കോടിന്റെ കാർ, ആരോ സംഭാവന എടുത്താന്ന് കുട്ടിക്കൂടെ, 1.5 കോടിന്റെ കാറിൽ വന്നിട്ട് അയാൾ വന്നിറങ്ങി. ഇറങ്ങുമ്പോഴേക്ക് കണ്ട ആൾക്കാരുടെ മുഖത്തിനൊരു മാറ്റം ഉണ്ടോ? അപ്പൊ മനസ്സിലാക്കണം കൽബിൽ അസദുണ്ട്. അതേപോലത്തെ ഒരു കാറിൽ വേറെ ഒരു കച്ചവടക്കാരൻ വന്നിറങ്ങിയിട്ട് എന്തേ മനസ്സും മുഖം മാറാഞ്ഞ്, എന്തേ മാറാഞ്ഞ്, അതും എന്തേ കാറന്നല്ലേ, എന്തേ മാറാതെ? മൊയ്ലിയർ വന്നിറങ്ങി കാറില് എന്തേ മാറ്റം ഉണ്ടായത്? അതാ കൽബിന്റെ ചീഞ്ഞ അവസ്ഥയാണത്. അസദ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുയിന്ത്. അതാണ്. ഒരാള് നല്ല ഒരാള് ഉയർന്ന് കണ്ട സമ്മതിക്കൂലല്ലോ, സമ്മതിക്കാൻ കഴിയൂലല്ലോ. ചില ആൾക്കാർ നോക്കി, നിങ്ങളിപ്പോ ഈ ബുസ്താനാബാദിലുള്ള ഒരാള്, നിങ്ങളെ നാട്ടിലുള്ള ഒരു മൊയ്ലിയർ വേറൊരു നാട്ടിൽ ജോലി എടുക്കുന്നത്, കുട്ടിക്കോളിങ്ങൾ ജോലി എടുക്കുന്ന വേറൊരു നാട്ടിൽ ദീന് ഖിദ്മത്ത് ചെയ്യാണ്. അയാള് ബിരുദൊക്കെ വാങ്ങിയ ബിരുദാനന്തര ബിരുദക്കുള്ള ഒരു മൊയ്ലിയർ, നല്ല മൊയ്ലിയറാണ്, ദർസെടുത്ത്. അപ്പൊ നിങ്ങള് കോഴിക്കോട്ട് അങ്ങാടിയിൽ എത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരാളും നിങ്ങളും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അയാൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിലത്തെ ഒരു ഉസ്താദാ നമ്മളെ നാട്ടിലുള്ളത്, 10-20 കൊല്ലായി അവിടെ, ആള് ഉഷാറാണ്, മൂപ്പര് വന്നതിന്റെ ശേഷാണ് ആ നാട്ടില് എല്ലാ നിലക്കും ഒരു ഉന്മേഷം ഉണർവൊക്കെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ആളെ അറിയാനൊരു പൂതി. ആദ്യഘട്ടത്തിൽ ആരാന്ന് വെച്ചു. ആളെ പറഞ്ഞ മൂപ്പര കുടുംബം അത്ര ശരിയില്ല. നിങ്ങൾ ചിരിക്കണ്ടല്ലേ, ഒക്കെ മനസ്സിലാണ്ട് വിഷയം. ഇവരെ കുടുംബം അത്ര ശരി.
ഇപ്പരെ വാപ്പ ആള് മോശം. ആരാ വാപ്പാരെ ചോദിച്ചു? എന്തിനാണ് ഈ നഞ്ഞു വരുന്ന സഹോദരങ്ങളെ? ഉള്ളു മോശമായിട്ടാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ പോരെ? എത്ര പോരെ? അൽഹംദുലില്ലാ, ഇതൊരു നാട്ടുകാരനെ പറ്റിയാൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈറ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദ്വാരുന്നാ പോരെ? ഇതിനെ നാവും കൽബൊക്കെ ചീഞ്ഞ് അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഉമ്മമാരെ കല്യാണ സദസ്സ്. പിന്നെ ഇവിടെ ഇജറിഞ്ഞോ നമ്മളെ മറ്റോളില്ലേ, ഏത് അവിടെ നാളെ കല്യാണം കഴിച്ചിട്ട് ആ തൊല ഓളിപ്പോ ദുബായിലാണ്. ദുബായിലോ? ആരോളെ കൊണ്ടത്? അല്ലാ, വർത്താനോട് തുറന്നാണ്ടെന്നില്ലകള്. ഹസദിന്റെ പരമ്പരക്കാരൻ ഘോഷായിരിക്കോടെ. നിങ്ങളെ കൂടെ പെണ്ണുങ്ങളെ ഏതെങ്കിലും കല്യാണത്തിന് തിരിച്ചു വരുമ്പോ നിങ്ങൾ ചോദിച്ചോക്കൊണ്ട് എന്തെല്ലാം വിശേഷങ്ങളാ പുതിയതറിഞ്ഞത്. അവരിങ്ങനെ തത്ത പാടും പോലെ പാടിത്തരും. പിന്നെ ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ ഏതെല്ലാം ചർച്ച എവിടെ വന്നത്, ഏതാ വരാത്തത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഹസദ് ഖൽബിൽ രൂപപ്പെട്ടു വന്ന ഉടനെ പറഞ്ഞേക്കണം അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. ഒരാളെ വീട് കണ്ടു. വീട് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞു, നോക്കി നല്ലൊരു വീടല്ലേ, പാകത്തൊരു വീട്, മുറ്റൊക്കെ നല്ല ഭദ്രത ഉണ്ട്, മതിലോ കെട്ടിയിട്ടുണ്ട്, നല്ല മറവുണ്ട്. ഞമ്മക്ക് തേച്ചിലേക്ക് നമ്മളെന്താ പറയാ, ഇങ്ങനെ വീടുണ്ടാക്കല് ഇതാ അതിന്റെ കോലം. എന്താപ്പ അതിന്റെ കോലം? വീടുണ്ടാക്കൽ ഇങ്ങനെ. ആ എഞ്ചിനീയർക്കും അറിയില്ല, വീട്ടുകാരനും അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ പോരെ? നിനക്ക് അത്ര മാത്രമേ വീടെടുക്കാൻ അല്ലാഹുത്തആല കൈവന്നില്ലെങ്കിൽ നീ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ പോരെ? ഒരാള് ഒരു ബാപ്പാനും മോനും കണ്ടു. മോനും ബാപ്പയും കാണാൻ നല്ല ചൊർക്കുണ്ട് രണ്ടാളും കണ്ടിട്ട്. ഇതാരാ? ഇത് മോന. നിങ്ങളെ മോനാ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ പോരെ? എന്തിനാണ് ആ സാധുവിനെ ഉള്ള ചോദ്യം എടുത്തത്? എന്തിനാണത്? വല്ല ഹസദും തോന്നിപ്പോയാൽ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനല്ലേ കൊടുത്ത്, ഞാനല്ലല്ലോ. ആ കഴിവ് കൊടുത്തതാരാ? അല്ലാഹു തആലയാണ്. ഞാനെന്തിനാ അതിൽ തിരുത്തുന്നത്? ഞാനെന്തിനാ അതിൽ കുറവ് കാണുന്നത്? പടച്ചോൻ എന്റെ ഖൽബിൽ വല്ലതും തോന്നിയെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. വൈദാ തതയ്യർത, വല്ല ലക്ഷണക്കേടും തോന്നിയാൽ അതൊരു അസുഖം മാറും പലർക്കും. ഫഅംലി, നീ കാര്യങ്ങൾ അങ്ങ് നടത്തിയേക്കണം. എന്തോ ഒരു കുറവ് ഇങ്ങനെ കാണുമ്പോ, നമ്മളിവിടെ താമസിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ? പിന്നെ ഏതെങ്കിലും മുറിവേദന കണ്ട അയാൾ എന്തെങ്കിലും ഒന്ന് ഒരുക്കൂട്ടി തരും. പിന്നെ അതോടുകൂടെ മനസ്സിൽ വസ്വാസായി. നിസ്കരിക്കുമ്പോൾ വസ്വാസം മാറൂല, മൗലിദ് ഓതിയാലും മാറൂല, കുത്തുബീത്തിലും റാത്തിബില്ലാലും മാറൂല. അയാൾ അങ്ങനെ ഒന്ന് പറഞ്ഞിണ്, അത്ര സുഖല്ല, അത്ര ശരിയില്ല, അത്ര കുഴപ്പമില്ല. എന്തറി അവിടെ ഒരു കുഴപ്പമില്ല, സത്യത്തിൽ അന്വേഷിച്ചു അല്ലേ? മുമ്പൊരാള് പോയിട്ട് പറഞ്ഞു, എന്താന്നറിയാ, ഞാൻ ജീവിക്കുന്നിടത്ത്, ഞാൻ താമസിക്കുന്നിടത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, നിങ്ങൾ അയൽക്കാരനും നിങ്ങളും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ, ഒരു പ്രശ്നമില്ല. എന്നാ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് എവിടുന്ന ഉറുമ്പ് വരുന്നത് നോക്കണം. ഉറുമ്പ് എവിടുന്നെല്ലാം വരും സഹോദരങ്ങളെ? ഇയാള് പറഞ്ഞു കൊടുക്കാണ്, ഉറുമ്പ് വരുന്നത് എവിടുന്നാ നോക്കാൻ. ഉറുമ്പ് അന്ന് കഷ്ടകാലത്തിന് മറ്റേ വീട്ടിന്റെ ബേക്കുന്നാ വരുന്നത്. അതോടുകൂടി ഒരു തമ്മിൽ ഭിന്നിപ്പായി. കണ്ടങ്ങള് ലക്ഷണക്കേട് കണ്ട അതിന്റെ പിന്നാലെ പായരുത്. കാര്യങ്ങൾ നടത്തിയേക്കണം. ബിസ്മിയും ചൊല്ലി നിങ്ങൾ നല്ല ഈമാനോടുകൂടെ കാര്യങ്ങൾ നടത്തിയേക്കണം. ഒരു പ്രശ്നവും വരില്ല അതിന്റെ പേരിൽ അല്ലേ? പുറത്തിറങ്ങുമ്പോ രാവിലെ തന്നെ കറുത്ത പൂച്ചനെ കണ്ടാൽ പിന്നെ പൂച്ച കറക്കാൻ പാടില്ലേ? കറുത്ത പൂച്ചനെ കണ്ടെന്താ? ഇന്ന് പണിക്കോയാ ശരിയാവില്ല. ലക്ഷണക്കേടാണ്. അയാൾ നിസ്കരിച്ചോ ഇല്ല എന്നുള്ളതല്ല നോട്ടം. സുബൈ മൂപ്പര് നിസ്കരിക്കാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട്. അതൊന്നും നോക്കൂല. മുന്നിലേതോ ഒന്ന് കണ്ടോ, അവിടെ പിന്നെ നോട്ടുള്ളത്. അല്ലാ, ബൈക്കേറ്റ് പോകുമ്പോ ഇന്ന് അവിടെ ഇങ്ങനെ ആ വളവെന്ന് ഇങ്ങനെ ഒരു നായ അതിലിങ്ങനെ പോകുന്നുണ്ട്. ഒരു കറുത്ത നായ. ആ നായനെ കറുത്ത നായായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചതല്ലേ? അതിന്റെ കളറ് ഇന്നലെ ആരോ പൈന്റ് വെച്ചതാ. പക്ഷെ ആ നായ കറുത്തൊന്നല്ല പ്രശ്നം. ഇയാള് ഓതേണ്ടത് എന്നും ഓതേണ്ടത് ഓതിയിട്ടില്ല, നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചിട്ടില്ല, ചൊല്ലേണ്ടത് ചൊല്ലിയിട്ടില്ല. അവിടെ പ്രശ്നം. പക്ഷെ കുഴപ്പം ഫുള്ള് നായക്കായി മാറി. അങ്ങനെ ലക്ഷണക്കേടിന്റെ ആളുകളായി മാറരുത്. അങ്ങനെ കണ്ടാൽ കാര്യങ്ങൾ നടത്തിയേക്കണം. അത് അവലംബിക്കാൻ പാടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും മോശത്തരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് എതിരല്ല. എല്ലാ വിഷയങ്ങളും അങ്ങനെ കൂട്ടരുത് എന്നർത്ഥം. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ചിലപ്പോൾ ചില ലക്ഷണക്കേടുകൾ ഉണ്ടാവും. തിരുത്താൻ മാത്രമുള്ളത് തിരുത്തേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. കാണുന്നൊക്കെ അങ്ങനെ കൂട്ടരുത്. കാണുന്നൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ദുനിയാവിലും മൂപ്പർക്ക് വീടെടുക്കാൻ സ്ഥലം ഉണ്ടാവൂല, താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവൂല. മാറി മാറി പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഖൽബ് അത്തരം ഏതെങ്കിലും തിന്മകൾ നമ്മുടെ ഖൽബിൽ രൂപപ്പെട്ടു വന്നാൽ ഉടനെ നന്മ അതിന്റെ പിന്നാലെ വരണം.
നന്മ കൊണ്ട് തിന്മകളെ മായ്ച്ചു കളയണം. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവത്തോടെ ആളുകളോട് സഹവസിക്കുക. ജനങ്ങളോട് മൊത്തം സഹവസിക്കുമ്പോ നല്ല സ്വഭാവം പെരുമാറ്റത്തിൽ വരണം. നല്ല സ്വഭാവത്തിന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഖുദിൽ അഫു, വിട്ടുവീഴ്ച സ്വീകരിക്കണം. രണ്ടാമത്തത് വഅ്മുർ ബിൽ ഉർഫ്, നന്മ